മെട്രോ മാറ്റിനിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള താരജോഡികളാണ് എന്നെന്നും കാവ്യ മാധവനും ദിലീപ്. സിനിമകളിലൂടെ തുടങ്ങിയ കെമിസ്ട്രി ജീവിതത്തിലും പകർത്തിയപ്പോൾ പ്രേക്ഷകരിൽ അവരെ സ്നേഹിക്കുന്നവർക്ക് ഉത്സവം തന്നെയായിരുന്നു. ഒരു കാലത്ത് ക്യാമറ കണ്ണുകളിൽ നിന്നും പൊതുപരിപാടികളിൽ നിന്നും അകലം പാലിച്ചിരുന്ന താരം ഇപ്പോൾ ആ പതിവ് പാടെ മാറ്റിയിരിക്കുകയാണ്. അഭിനയരംഗത്ത് ഇപ്പോൾ സജീവമല്ലെങ്കിലും ചടങ്ങുകളിൽ മുഖ്യാതിഥിയായി എത്താറുണ്ട് കാവ്യ. ഇപ്പോഴത്തെ തൻ്റെ അഭിനയ ജീവിതത്തെക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ കാവ്യ പറഞ്ഞ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. 3-ാം വയസ്സിലാണ് ഞാൻ കലാജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. സിനിമയിൽ വന്ന ശേഷം യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ പങ്കെടുത്തു. മിക്കവരും യൂത്ത് ഫെസ്റ്റിവലിലൂടെയാണ് സിനിമയിലേക്ക് വരുമ്പോൾ ഞാൻ നേരെ തിരിച്ച് വന്നത്. അവളെ തോൽപ്പിക്കണം എന്ന തരത്തിൽ കുട്ടികളിലേക്ക് മത്സരബുദ്ധി ഉണ്ടാകുന്ന സമീപനങ്ങൾ അന്നുണ്ടായിരുന്നു. അതുവരെ ഫ്രണ്ട്സ് ആയിരിക്കുന്നവർ പോലും ആ ടൈമിൽ ശത്രുക്കളെ പോലെ പെരുമാറിയിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തി. എന്താണ് ചെയ്യുന്നതെന്നും പറഞ്ഞ് കൊടുക്കാത്ത അവസ്ഥ. ഏതാണ് മലയാള പദ്യം ചൊല്ലുന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞു തരില്ല. ഇപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ തമാശയാണ്. ഭരതനാട്യം, മോഹിനിയാട്ടം, നാടോടി നൃത്തം, ചാക്യാർകൂത്ത്, ഓട്ടം തുള്ളൽ, മാപ്പിളപ്പാട്ട്, മലയാള പദ്യം, ലളിതഗാനം, മോണോ ആക്ട്, കന്നഡ പദ്യം, അങ്ങനെ ഏതിലാണ് ഇല്ലാത്തതെന്ന് മാത്രമേ ചോദിക്കേണ്ടൂ. മോണോ ആക്ടിൽ തുടക്കം മുതലേ താൻ തന്നെയായിരുന്നു ജില്ലയിൽ. കോളേജിലൊന്നും പോയിട്ടില്ല. ഡിഗ്രിയിൽ ജോയിൻ ചെയ്തിരുന്നു. വീട്ടിലിരുന്നാണ് പഠിച്ചത്. പൊതുവേ ഞാനങ്ങനെ ഒന്നിനും പ്രതീക്ഷ വെക്കുന്ന ഒരാളല്ല. പ്രതീക്ഷ വെച്ചിട്ട് കിട്ടിയില്ല എങ്കിൽ സങ്കടമല്ലേ? സമയമായാൽ എല്ലാം നടക്കുമെന്നാണ് ചിന്തിക്കാറുള്ളത്. അവാർഡുകളൊന്നും പ്രതീക്ഷിച്ചല്ല ഓരോന്നും ചെയ്യുന്നത്. പാട്ടെനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. കുറേ വർഷം പഠിച്ചിട്ടുണ്ട്. ഒറ്റയ്ക്കിരുന്ന് കേൾക്കുമ്പോൾ കരഞ്ഞു പോകുന്ന തരത്തിലുള്ള പാട്ടുകൾ തനിക്കിഷ്ടമാണ്. വീട്ടിലിരിക്കുമ്പോൾ TV കാണും. തോന്നിയാൽ വല്ലതും വായിക്കും. ഒറ്റയ്ക്കിരിക്കാൻ ഭയങ്കര ഇഷ്ടം. ഷൂട്ടൊന്നും ഇല്ലാത്ത ടൈമിൽ ഫ്രീ ആയിട്ട് ഇരിക്കും. വേറെ പരിപാടികളൊന്നും ഏറ്റെടുക്കാറില്ല. ഞാനങ്ങനെ സെൽഫ് കെയർ ഒന്നും ചെയ്യുന്ന ആളുമല്ല. മടിയാണ് എല്ലാം ചെയ്യാൻ. പിന്നെ ചെയ്തു തുടങ്ങിയാൽ നല്ല ഫ്ലോയിൽ പോകും എന്ന് മാത്രം. കഥ അറിയാതെ വരെ അഭിനയിച്ച ചിത്രങ്ങൾ തനിക്ക് അനുഭവത്തിലുണ്ട്. വലിയ തെറ്റാണ്, പക്ഷേ അതൊന്നും കാര്യമായി എടുത്തിരുന്നില്ല. കഥ എനിക്ക് അറിയില്ല, ഇന്നത്തെ ദിവസം ഇങ്ങനെ പോട്ടെ, അടുത്ത ദിവസം പറഞ്ഞു തരാം എന്നെല്ലാം പറയും. നല്ലതും ചീത്തയുമായ അനുഭവങ്ങൾ ഒത്തിരി തൻ്റെ ജീവിതത്തിലുണ്ട്. ആരാധകരുടെ ഇടയിൽ തന്നെ നല്ലത് മാത്രം പറയുന്നവരും കുറവാണ്. നല്ലതും ചീത്തയും വേർതിരിച്ച് പറയുന്നവരാണ് കൂടുതൽ. എന്ത് ചെയ്താലും നല്ലത് പറയാത്തവരുമുണ്ട്. നല്ല വശങ്ങളും ചീത്ത വശങ്ങളും പറയുന്നവരെ അഭിപ്രായം കേൾക്കാനാണ് തനിക്കിഷ്ടം. ചിലരൊക്കെ വിശദമായി തന്നെ എല്ലാം പറയുന്നു. എപ്പോഴും ഒരുപോലെ ചിന്തിക്കുന്ന ആളല്ല താൻ. ഓരോരുത്തരും ഓരോ പോലെയല്ലേ. ആർട്ടിസ്റ്റിന് എപ്പോഴും ഉള്ളിലൊരു കോൺഫിഡൻസ് വേണം. ചിലതൊക്കെ കാണുമ്പോൾ കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു എന്നൊക്കെ തോന്നാറുണ്ട്. ആ രംഗം ഒന്നുകൂടെ ശരിയാക്കാമായിരുന്നു എന്നുള്ള വിലയിരുത്തലുകൾ ഞാൻ തന്നെ നടത്താറുണ്ട് എന്നുമാണ് അന്നത്തെ അഭിമുഖത്തിൽ കാവ്യ പറഞ്ഞത്. ഒരു കാലത്ത് മലയാളികളുടെ ഹൃദയത്തോട് ചേർന്ന് നിർത്തിയിട്ടുള്ള കാവ്യ മാധവൻ പക്ഷേ ഇന്ന് വെള്ളിത്തിരയിൽ സജീവമല്ല. കഴിഞ്ഞ 10 വർഷത്തോളമായി സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് താരം. നടൻ ദിലീപുമായുള്ള 2ാം വിവാഹത്തിന് ശേഷമായിരുന്നു കാവ്യ പൂർണ്ണമായി സിനിമയിൽ നിന്ന് മാറി നിൽക്കാനായി തീരുമാനിച്ചത് എന്നതാണ് യാഥാർത്ഥ്യം. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.